നമ്മുടെ സ്കെയിൽ പൊട്ടിയാൽ നമുക്ക് ഈസി റീപ്ലേസ് ചെയ്യാം, 10-20 രൂപ കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ നട്ടെല്ലുണ്ടാവുന്ന ഫ്രാക്ചർ അത്ര ഈസി അല്ല. എങ്ങനെയൊക്കെ പൊട്ടലുണ്ടാവുന്നു? സാധാരണ രീതിയിൽ വീഴ്ചയിലൂടെ ആകാം, ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴോ ചിലപ്പോൾ ആക്സിഡൻറ്റിലോ ആകാം. നടുവിൻ്റെ പൊട്ടലുകൾ സംഭവിക്കുന്നത് മിക്കവാറും ഈ കശേരുക്കളിലായിരിക്കും. പക്ഷെ അത്ര ഈസി അല്ല പേഷ്യൻറ്റിന് ആ പൊട്ടൽ വന്നാൽ. ചിലപ്പോൾ കശേരുവിൻ്റെ ഉള്ളിലുള്ള പൊട്ടൽ നാഡിയിലേക്കും കൂടെ ബാധിച്ചേക്കാം. ബലക്കുറവ് വരാൻ അത് മാത്രം മതി. പക്ഷേ ഇതിനൊക്കെ ചികിത്സയുണ്ട്. കറക്റ്റ് സമയത്ത്, അതായത് യഥാസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും യഥാസമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്താൽ വീക്ക്നെസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആദ്യമായി നമ്മൾ സാധാരണ രീതിയിൽ കശേരുവിൻ്റെ പൊട്ടലിൽ നമ്മൾ ചെയ്യുന്ന കീ ഹോളായിട്ട് ആ പൊട്ടലുള്ളതിൻ്റെ മുകളിലും താഴെയുള്ള കശേരുകൾ ടൈറ്റാനിയം സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുകയും നാഡിയിലുള്ള ചതവുകൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. 6 മണിക്കൂർ മുതൽ 24 മണിക്കൂറുള്ളിൽ നമ്മൾ സർജറി ചെയ്ത് ആ നാഡീനെ ഫ്രീ ആക്കുകയും നാഡിയിലുള്ള ചതവുകൾക്ക് ഞെരുക്കത്തിനും പരിഹാരം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പൂർണ്ണ രീതിയിൽ തന്നെ ആളുടെ ബലക്കുറവ് മാറിയേക്കാം.